ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളോട് വാങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഗോരഖ്പൂരിലെ RSS പരിപാടിയിലായിരുന്നു യോഗിയുടെ പരാമർശം. നോബൽ മാരിക്കാരൻ ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണോ? ഹലാൽ സർട്ടിഫിക്കറ്റ് സാധനങ്ങൾ വാങ്ങരുത്, ആ പണം കൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്റെ പൊന്നു സഹോദര, ആരാ നിങ്ങളെ യോഗി എന്ന് വിളിച്ചത്? ആ പവിത്രമായ പേര് ഇത്രയും വിഷം ഛർദ്ദിക്കുന്ന നിങ്ങൾക്ക് യോജിച്ചതല്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ ഹലാൽ എന്ന് കാണുന്നത് ചിക്കൻ കടയ്ക്കോ അല്ലെങ്കിൽ മാംസം വിൽക്കുന്ന ഷോപ്പുകൾക്കൊക്കെ ആയിരിക്കും. ഒരു നേരത്തെ അന്നത്തിന് തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ആ പാവങ്ങൾ, അത് വിറ്റു കിട്ടുന്ന പണം കൊണ്ട് വേണം വീട്ടിലേക്കുള്ള അന്നം വാങ്ങാൻ. അങ്ങനെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ എങ്ങനെയാണ് സഹോദര ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ചെലവഴിക്കുന്നത്? എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ? അനുവദനീയമായത്, അത്രയേ ഉള്ളൂ അതിനർത്ഥം. അതായത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള സമ്പത്ത്. പലിശ, ജനങ്ങളെ കാർന്നെടുക്കുന്ന പലിശയുടെ പൈസ, അത് ഹലാലല്ല. കള്ള് വിറ്റ് ജനങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ച പണം ഹലാലല്ല. ജനങ്ങളെ ദ്രോഹിച്ച പിടിച്ചു പറിച്ച പണം ഹലാലല്ല. മറ്റുള്ളവന്റെ അനുവാദമില്ലാതെ, അവന്റെ സമ്മതമില്ലാതെ പിടിച്ചു പറിച്ച അവന്റെ വസ്തു, അത് ഹലാലായതല്ല. അവിടെ നിസ്കരിക്കൽ പോലും നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ജനങ്ങളെ പറ്റിച്ച് കട്ടുമോട്ടിച്ചുണ്ടാക്കുന്ന പണം, അതും ഹലാലല്ല. നിന്റെ മക്കൾക്ക് പോലും ആ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഈ ലോകത്ത് നടക്കുന്ന തിന്മയിലൂടെ സമ്പാദിക്കുന്ന സമ്പത്തുകളെല്ലാം നിഷിദ്ധമാണ്. അത് ഹലാലിന് എതിരാണ്. അപ്പോ ഹലാൽ എന്താണ്? ജനങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യാതെ നിന്റെ കഠിനാധ്വാനം കൊണ്ട് നീ സമ്പാദിക്കുന്ന സമ്പത്ത്, അത്രയുള്ളൂ അതിനർത്ഥം. ഇനി എന്താണ് ആ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം അനുവദിച്ച രീതിയിൽ അനുവദിച്ച മൃഗത്തെ അറുത്ത ആ മാംസത്തെയാണ് ഹലാലായ മാംസം എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വിദ്വേഷമായി, ജനങ്ങൾക്ക് ദോഷകരമായി എന്തു പ്രവർത്തനമാണ് ഈ ഹലാൽ എന്ന വിഷയത്തിൽ പറയാനുള്ളത്? ജനനന്മയല്ലാതെ എന്തു തിന്മയുള്ള പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അറബി വാക്കുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ സഹോദര. നിങ്ങളൊരു നാടിന്റെ മുഖ്യമന്ത്രിയല്ലേ? എത്രയോ വേദികൾ ഇടപെടുന്ന ഒരാളാണ്. നിങ്ങളുടെ മുമ്പിൽ കേൾക്കാനിരിക്കുന്ന ആ സമൂഹത്തോട് ഒരിക്കലെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സൗഹാർദ്ദപരമായി സ്നേഹത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാമെന്ന്? എന്താണ് ഇങ്ങനെയായി പോയത്? പോട്ടെ, ഇനി യോഗി ആദിത്യനാഥിന്റെ ഹലാൽ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കായിരിക്കല്ലേ? നല്ല രസമുണ്ടല്ലേ? സൂപ്പർ, അടിപൊളി. ഇനി എന്നേക്കാൾ നല്ലൊരു മറുപടി ഇതിന് ഒരു ചെറിയ കുട്ടി പറയും. നമുക്ക് അതൊന്ന് കേൾക്കാം.